ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ലിയോ 14 മാർപ്പാപ്പ സ്പെയിൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ലോകശ്രദ്ധ നേടുന്നു. വാക്കുകളിലെ സത്യസന്ധതയും സ്നേഹവും നിറഞ്ഞ സന്ദേശം കേട്ട് രാഷ്ട്രീയ ഭേദമന്യേ പാർലമെന്റിലെ മുഴുവൻ ജനപ്രതിനിധികളും എഴുന്നേറ്റ് നിന്ന് 7 മിനിറ്റിലധികം സമയമാണ് കൈയടിച്ച് അദ്ദേഹത്തിന് ആദരവർപ്പിച്ചത്. പാർലമെന്റ് മന്ദിരമാകെ വിവായിൽ പാപ്പ എന്ന മുദ്രാവാക്യങ്ങൾ അലയടിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികൾക്ക് പാർലമെന്റിൽ ഇത്രയും വലിയ സ്വീകരണം ലഭിക്കുന്നത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. അധികാരത്തിന്റെയോ സാമ്പത്തിക നേട്ടത്തിന്റെയോ ഭാഷയിലല്ല, മറിച്ച് യഥാർത്ഥ മാനവികതയുടെയും കരുണയുടെയും ഭാഷയിലാണ് മാർപ്പാപ്പ ജനപ്രതിനിധികളോട് സംസാരിച്ചത്. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ മഹത്വം അളക്കേണ്ടതെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. യുദ്ധവും ദാരിദ്ര്യവും കാരണം സ്വന്തം നാടുപേക്ഷിച്ച് അഭയം തേടേണ്ടി വരുന്ന കുടിയേറ്റക്കാരെ പ്രശ്നക്കാരായി കാണരുത്. അവരും ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണ്. അവർക്ക് ജീവിക്കുവാനുള്ള സുരക്ഷിതമായ സാഹചര്യങ്ങൾ ഒരുക്കുവാൻ ലോകരാജ്യങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ലോകത്ത് വർദ്ധിച്ചുവരുന്ന യുദ്ധത്തെ മാർപ്പാപ്പ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. AI-യെക്കുറിച്ചും പാപ്പ മുന്നറിയിപ്പ് നൽകി. ജീവനും മരണവും സംബന്ധിച്ച തീരുമാനങ്ങൾ ഒരിക്കലും യന്ത്രങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാൽ അത് പരസ്പരമുള്ള ശത്രുതയായി മാറരുത്. രാഷ്ട്രീയ നേതാക്കൾ വ്യക്തിപരമായ ആക്രമണങ്ങൾ ഉപേക്ഷിച്ച് ജനനന്മയ്ക്കായി ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആത്മീയതയിൽ നിന്ന് അകന്നുപോകുന്ന ഇന്നത്തെ യൂറോപ്പിൽ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് ലഭിച്ച ഈ സ്വീകരണം സഭയ്ക്ക് പുതിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. മനുഷ്യത്വം വറ്റിവരണ്ടു പോകുന്ന ഈ ആധുനിക യുഗത്തിലും വത്തിക്കാൻ ഉയർത്തുന്ന സമാധാനത്തിന്റെയും നീതിയുടെയും ശബ്ദത്തിന് ലോകം ഇന്നും എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായി മാറി മാഡ്രിഡിൽ മുഴങ്ങിക്കേട്ട ആ 7 മിനിറ്റ് നീണ്ട കയ്യടി.